ഗർഭഛിദ്രത്തിനുള്ള മരുന്നുകൾ അത് ശരിക്കും പ്രിസ്ക്രിപ്ഷനാണ് കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ അത് ഫ്രീലി അവൈലബിൾ ആവുന്നുണ്ട്. ആളുകൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാതെ ഉപയോഗിക്കുന്നതായിരിക്കും ഇരുവ. ഇതിലിപ്പോൾ 2-3 കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് നമുക്ക് അബോർഷൻ വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഓവർ ദ കൗണ്ടർ ഈ പിൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അറിയാതെയാണ് ആൾക്കാർ ഇത് കഴിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാക്കും. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഹെവി ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാക്കും. പിന്നെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് പോവില്ല, ഗർഭം കംപ്ലീറ്റ് അലസി പോവാത്ത ഒരു സന്ദർഭം വരും. പക്ഷെ പലപ്പോഴും അത് ആൾക്കാർ അത് റിയലൈസ് ചെയ്യുന്നില്ല. അവർ ഈ ബ്ലീഡിങ് ആയിട്ട് പോകുമ്പോൾ ഗർഭം അലസി പോയി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ ദിവസം ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് ഒ പിയിൽ സമീപിക്കുന്നത്. അപ്പം നമ്മൾ 1-2 മാസം മുന്നത്തെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ മാത്രമേ അവരത് പറയുന്നുള്ളൂ. പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർ മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അത് ട്യൂബിലും ആകാം. പക്ഷേ ഇതൊന്നും റിയലൈസ് ചെയ്യാതെയാണ് ആൾക്കാരിത് കഴിക്കുന്നത്. എന്തെങ്കിലും കഷ്ടകാലത്തിന് അത് ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഈ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഈ ട്യൂബ് പൊട്ടും. ട്യൂബ് പൊട്ടുന്ന സമയത്ത് രോഗി ഇത് റിയലൈസ് ചെയ്യില്ല, പെട്ടെന്ന് അബോധാവസ്ഥയിൽ പോവുക ചെയ്യുക, തല കറങ്ങി വീഴും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലും ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ എത്താറുണ്ട്. ഒരുപാട് ലൈഫ് റിസ്ക് ഉണ്ട്. പക്ഷേ ആൾക്കാരത് റിയലൈസ് ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്ന ഒരു അബോർഷനല്ലേ, ഒരു മരുന്നല്ലേ കഴിച്ചാൽ അങ്ങ് അലസി പോകുന്ന. പക്ഷെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. എപ്പോഴും ഒരു മെഡിക്കൽ കൺസൾട്ടേഷനിൽ മാത്രമേ ഇങ്ങനത്തെ പിൽസ് കഴിക്കാൻ പാടുള്ളൂ. നോർമലായിട്ട് ഒരാൾ അബോർഷന് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ടാൽ അവരെ കൊണ്ട് ഒരു 5 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അത് ഒരു സ്കാൻ ചെയ്യിപ്പിക്കും. സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് എന്ന് കൺഫേം ചെയ്ത് മാത്രമേ ഈ പിൽസ് കൊടുക്കാറുള്ളൂ. പിൽസ് കൊടുത്ത് വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ട് ഒ പിയിൽ നമ്മൾ ഫോളോ അപ്പിന് വിളിപ്പിച്ചിട്ട് ബ്ലീഡിങ് വന്നോ, ഇത് കംപ്ലീറ്റ് പോയോ, ഗർഭം കംപ്ലീറ്റ് അലസി പോയോ എന്ന് ചോദിക്കും. അപ്പോൾ നല്ല ബ്ലീഡിങ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി കംപ്ലീറ്റ് പോയി എന്ന് ഉറപ്പ് വരുത്തും. ഇതിൽ വേറൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പോയിട്ടില്ല, ഗർഭം അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1-1.5 മാസം കഴിയുമ്പോൾ യൂട്രസിൽ ഇൻഫെക്ഷൻ, സെപ്സിസ്, അപ്പോൾ ചിലപ്പോൾ പനിയായിട്ടാണ് പേഷ്യൻ്റ് ഒ പിയിലേക്ക് വരിക. അപ്പോൾ ഈ ഹെവി ബ്ലീഡിങ്ങും പനിയായിട്ട് വരുമ്പോഴാണ് ഈ 2 മാസത്തെ മുന്നത്തെ ഹിസ്റ്ററി ചോദിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് പുറത്ത് പറയാറുള്ളത്. അതിനിപ്പോൾ ഒരു 3 മാസം വരെ അതിന് ഇത്ര ഡോസുകളുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പിൽസ് കൊണ്ട് പോവില്ല, DNC ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ അതിൽ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും മാസം ആകുമ്പോൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ അവരത് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്.